നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടെലിഗ്രാം ചാനൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒബ്ജക്റ്റീവ് ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ടെലിഗ്രാം ചാനൽ ഇതിന്റെ ഫ്രീ നോട്ട്സ് അപ്ലോഡ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ എന്നാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം അതിൻ്റെ ഒരു യുണീക്ക് എക്സാം പാറ്റേൺ ആണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ടു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ, അതും ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നത്തേക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ട്രെൻഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 2018 നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂൺ ജൂലൈ കാലഘട്ടത്തിലാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ വരുന്നത് ജൂലൈയിലായിരുന്നു. 2021 വരുമ്പോഴും ഏകദേശം ഈ ഒരു സെയിം സമയത്ത് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂലൈ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ 2024 എക്സാമിലേക്ക് നോക്കുകയാണെങ്കിൽ മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിനൊരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ 3 വർഷം കൂടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ 2027 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഇത്തവണ നോട്ടിഫിക്കേഷൻ 2026 നവംബർ ഡിസംബർ സമയത്ത് വരാനാണ് സാധ്യത. ഇൻ കേസ് ഡിലേ ആവുകയാണെങ്കിൽ ജാനുവരി ഫെബ്രുവരിക്കുള്ളിൽ തീർച്ചയായിട്ടും വരേണ്ടതാണ്. ആക്ച്വൽ എക്സാം എന്തായാലും 2027 നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ലോങ് ടേം പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസും ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു എക്സാമിന് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള എക്സാം പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 2024 എക്സാം പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒബ്ജക്റ്റീവ് പാർട്ടും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പാർട്ടും ഉണ്ട്. രണ്ടും ഒരേ ദിവസം അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാം വരുന്നത്. ഈ ഒരു പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ശരിക്കും പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കാണ്. ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ആ ഒരു ഫൈനൽ സെലക്ഷനിൽ നിങ്ങൾ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഫൈനൽ സെലക്ഷൻ്റെ ഒരു ഡിസൈഡർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കാണ്. കാരണം ആ ഒരു രീതിയിലുള്ള വെയിറ്റേജ് ഡിസ്ക്രിപ്റ്റീവിനും ഈ ഒരു പേപ്പറിലുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ 2 തവണത്തെ ഫൈനൽ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. സെലക്ട് ആയിട്ടുള്ള ആസ്പിറൻസിന്റെ ഒബ്ജക്റ്റീവ് സ്കോറും ഡിസ്ക്രിപ്റ്റീവ് സ്കോറും വളരെ ക്ലിയർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. 2021 എക്സാമിന്റെ സ്കോർ അനലൈസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. കാര്യം ഒരു ഡിസ്ക്രിപ്റ്റീവിൽ കൊടുത്തിട്ടുണ്ട് പ്രിസീയും കോംപ്രിഹെൻഷനും ഷോർട്ട് എസ്സേസ് ആണ് ഉള്ളത്. എസ്സേക്കാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിസി ആയിക്കോട്ടെ, കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, എസ്സേസ് ആയിക്കോട്ടെ, 3 പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ലോങ് ടേം രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ആ ഒരു ടെക്നിക്ക് നമുക്ക് കറക്റ്റായിട്ട് മാസ്റ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ കാര്യം വരുവാണെങ്കിൽ ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമായി വരുന്നത് ജനറൽ ഇംഗ്ലീഷിനാണ്. കാര്യം 50 മാർക്കാണ് ജനറൽ ഇംഗ്ലീഷ് വരുന്നത്. അതിനകത്ത് ഇംഗ്ലീഷ് വൊക്കാബുലറിയും കാണും, ഇംഗ്ലീഷ് ഗ്രാമറും കാണും. വൊക്കാബുലറി ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല ലെവലിലുള്ള ചോദ്യങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അതിനാണ് നമ്മൾ ടെലിഗ്രാമിൽ ഓൾറെഡി നമ്മുടെ നോട്ട്സ് അപ്ലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ക്ലാസ്സസിലൂടെയും ഫ്രീ നോട്ട്സിലൂടെയും എങ്ങനെ ലോങ് ടേം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് വീക്ക്ലി ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ May 17, അതായത് ഈ സൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ വീക്ക്ലി PDF നോട്ട്സ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള നോട്ട്സ് അപ്ലോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മളൊരു കാര്യം പറയാനുള്ളത് ഒരു പ്രോമിസാണ്. 2021 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മെജോറിറ്റി ഓഫ് സബ്സ്ക്രൈബേഴ്സും ആ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചാനൽ എത്തിയവരാണ്. 2022 നടന്നിട്ടുള്ള ആ ഒരു എക്സാമിന് വളരെ നല്ല രീതിയിലുള്ള ഫ്രീ ക്ലാസ്സുകളും അതുപോലെ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. അതിനുശേഷം കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കിന് വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ പെയ്ഡ് കോഴ്സസിന് കൂടുതൽ ഫോക്കസ് കൊടുത്തപ്പം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന കണ്ടൻറ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ രീതിയിൽ കുറഞ്ഞിരുന്നു. അത് നമ്മുടെ ഭാഗത്തു നിന്ന് വലിയൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം,
ഇത്തവണ ഈ ഒരു ചാനലിലെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ക്ലാസ്സസും ഫ്രീ നോട്ട്സും ആയിരിക്കും. നമ്മളിപ്പോൾ ടെലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നോട്ട്സിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള നോട്ട്സ് അവസാനം വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകളിലും ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം മാത്രമായിരിക്കും നമ്മൾ പെയ്ഡ് കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഫ്രീ നോട്ട്സ് അല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിൻ്റെ ഒരു ജിസ്റ്റ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.